എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഡിസ്കിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ഡിസ്കിലേക്കാണ് വേക്കൻസി ഉള്ളത്. അപേക്ഷ വിളിച്ചിട്ടുള്ളത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴിയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. തസ്തികയുടെ പേര് വരുന്നത് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻസ് ഫീൽഡ് ആൻഡ് CRM ആണ്. കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത്. തുടക്കത്തിൽ 6 മാസത്തേക്കായിരിക്കും. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ജോലിയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. സെലക്ട് ആവുന്ന ആളുകൾക്ക് നിയമനം വരുന്നത് തിരുവനന്തപുരത്ത് ഓഫീസിലായിരിക്കും. ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻറ്റ് ഫീൽഡ് ആണ്. വേക്കൻസി 32. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് 15,000 ആണ് പെർ മന്ത്. കൂടാതെ TA ആയിട്ട് 3,000 രൂപ കൂടി കിട്ടുന്നതായിരിക്കും. ടോട്ടൽ 18,000 ആണ് പെർ മന്ത് ലഭിക്കുന്നത്. ലൊക്കേഷൻ അക്രോസ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. പ്രായപരിധി 35 വയസ്സ് വരെ. ജോബ് റോൾ കൊടുത്തിട്ടുണ്ട്. വിജ്ഞാന കേരളം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ മിഷൻ്റെ വർക്കുകളിൽ പ്രോഗ്രാം സപ്പോർട്ട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അതുപോലെ തന്നെ കരിയർ ക്ലിനിക്കുകൾ, രജിസ്ട്രേഷൻ ഡ്രൈവ്, ജോബ് ഫെയർ ഒക്കെ നടത്താനായിട്ട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. സ്കിൽസും എക്സ്പീരിയൻസും വേണ്ടത് സ്ട്രോങ് ഓർഗനൈസേഷണൽ ആൻഡ് മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം. ഗുഡ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ MS ഓഫീസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. MS ഓഫീസിൽ പ്രൊഫഷൻ്റെ ആയിരിക്കണം. ഇതൊക്കെയാണ് സ്കിൽസ് വരുന്നത്. ഇനി അടുത്ത പോസ്റ്റ് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻറ്റ് CRM ആണ്. വേക്കൻസി 19. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം, ഡിഗ്രി കോഴ്സ്. ശമ്പളം 15,000 രൂപയാണ് പെർ മന്ത്. ലൊക്കേഷൻ അക്രോസ് കേരളയാണ് വരുന്നത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും വരാവുന്നതാണ്. പ്രായപരിധി 35 വയസ്സ് വരെ. ഇവിടെ ജോബ് റോൾ വരുന്നത് വിജ്ഞാന കേരളം ആക്ടിവിറ്റീസിൽ സ്റ്റേറ്റ് ലെവൽ ഒഫീഷ്യൽസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്കിൽസ് സെയിം തന്നെയാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ 2 തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ 2 തസ്തികയിലേക്കും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ അപ്ഡേറ്റഡ് CV നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ്. ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ CV, അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ID പ്രൂഫ്, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കേരളത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് കൂടെ താല്പര്യമുള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് പേഴ്സണൽ ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ SMS വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ CVയും സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും കൂടെ വെച്ചിട്ടാണ് മെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. മെയിൽ അയക്കേണ്ട മെയിൽ ID ഇതാണ്: kdisk recruitment2025.01@gmail.com. ഇതാണ് മെയിൽ ID. ഈ മെയിൽ IDയിലേക്കാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 23 വൈകുന്നേരം 5 മണി വരെയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഡിസ്കിൽ ഇപ്പോൾ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവർക്കിപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.